നിർമ്മാണം നടക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വൻ സുരക്ഷാ വീഴ്ച. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് വലിയ കമ്പി യാത്രക്കാരുടെ തലയിലേക്ക് വീണു. ഗുരുതരമായി പരിക്കേറ്റ 2 യാത്രക്കാരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെന്നൈയിൽ പോകാനായിട്ട് വന്നതാണ്. നടന്ന് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് ചെന്ന് ട്രെയിനിലോട്ട് കയറാനായിട്ട് അടുത്തോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടു. പിന്നെ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. തലയിൽ നിന്ന് കമ്പി വീണയാണെന്ന് എനിക്ക് പിന്നെ ബോധമായി. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് എനിക്കൊരു ബോധമായിട്ട് കിട്ടിയത്. അപ്പോഴത്തേക്ക് എന്താണെന്നൊരു ഐഡിയയും കിട്ടിയില്ല. അപ്പോഴത്തെ സമയത്ത് എൻ്റെ ബോധം പോയിരുന്നു. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, യാത്രക്കാരുടെ തലയിലേക്കാണ് ഈ കമ്പി വീണിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരം? കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു വർഷമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിന് മുമ്പ് തന്നെ ഈ റെയിൽവേ ഇതിലെ ഉദ്യോഗസ്ഥർ, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ തന്നെ ഇതിൽ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഉറപ്പാക്കണമെന്നൊക്കെയുള്ള ആവശ്യക്കത്തൊക്കെ നൽകിയിരുന്നതാണ്. ആ ഒരു ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പൊ 5 നില കെട്ടിടം, അതിന്റെ മുകളിൽ നിന്ന് ഇതിന്റെ പൈപ്പും മറ്റും താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ സമയത്ത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കയറാനായിട്ട് നിന്ന 2 പേർ, യാത്ര അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരുന്ന 2 പേർ, ഒന്ന് കൊല്ലം സ്വദേശിനിയായിട്ടുള്ള ആശയും മറ്റൊന്ന് കൊല്ലം സ്വദേശിയായിട്ടുള്ള സുധീഷ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇവർക്ക് 2 പേരുടെയും തലയിലേക്കാണ് ഈ പൈപ്പ് പതിച്ചത്. ആ സമയത്ത് ഭാഗ്യവശാൽ മറ്റുള്ളവരൊക്കെ അങ്ങോട്ട് മാറി നിന്നതോ അല്ലെങ്കിൽ ഒരു നിരവധി ആ സമയത്ത് ഒരുപാട് പേർ യാത്രക്കാർ ആ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന സമയമായിരുന്നു. പക്ഷേ എന്തായാലും നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ 2 പേർക്ക് പരിക്ക് പറ്റി. അത് മറ്റുള്ളവർ ആ സമയത്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. അവരെ ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു. അതിൽ ഈ സുധീഷിനെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലുണ്ട്. അല്പസമയത്തിനകം അവരെയും കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചത് അവരുടെ ചെലവിൽ ചികിത്സാ ചെലവുകൾ നിർവഹിക്കുമെന്നാണ് അറിയിച്ചത്. അതേസമയം തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ, ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റോഡിനോട് ചേർന്ന് ഏതാണ്ട് 10, 12, 15 മീറ്റർ ആഴത്തിൽ വലിയ ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി കുഴിയെടുത്തതിന്റെ ഫലമായി റോഡ് ഇടിഞ്ഞിട്ടുണ്ട്. അതും കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അവിടെ 2 പേരെ അവിടെ കാവലിട്ടിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ആ ഭാഗത്തേക്ക് ആരും കയറാതിരിക്കാനും മറ്റും സുരക്ഷിക്കുന്നുള്ള കരുതിയിട്ട് അത് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അതിൽ കൈരളി വാർത്തയെ തുടർന്ന് ഇടപെടുകയും അന്വേഷണം നടത്തുകയും അവരുടെ റിപ്പോർട്ട് മറ്റും തേടിയിരുന്നു. അതിനുണ്ടായ നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.